ഇബ്രാഹിം നബിയുടെ സ്വപ്നത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന വന്നെത്തി. പ്രിയപ്പെട്ട മകൻ ഇസ്മായിലിനെ ബലിയായി നൽകാൻ. വിധിയിൽ തളർന്നില്ല ഇബ്രാഹിം നബി. വൈമനസ്യം കാണിക്കാതെ തന്നെ മകനെ ബലി നൽകാൻ തയ്യാറായി. ഈമാനിന്റെ തുടിപ്പിൽ എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചു. പ്രിയപ്പെട്ട മകനെ മിനായുടെ താഴ്വാരത്ത് കിബിലയിലേക്ക് ചിരിച്ചു കിടത്തി. മൂർച്ചയേറിയ കത്തി കയ്യിലെടുത്തപ്പോൾ അള്ളാഹു പറഞ്ഞു, ഇബ്രാഹിമേ, നീ എന്റെ കൽപ്പനയ്ക്ക് പൂർണ്ണമായും വഴിപ്പെട്ടിരിക്കുന്നു. മകന്റെ കഴുത്തിൽ നിന്നും കത്തി മാറ്റുക. മാലാഖയായ ജിബ്രീൽ സ്വർഗത്തിൽ നിന്നും ആടിനെ മകനു പകരം അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം ബലിയെറുക്കാൻ നൽകുകയായിരുന്നു. ആകാശഭൂമിക്കധിപതിയായ അല്ലാഹുവിൻ്റെ കുദ്റത്തിനാലെ ഇബ്രാഹിമെന്ന നബിയോടൊരാജ്ഞ, ഇസ്മായിലാകും പൊന്നോനെ അറുക്കാൻ. ആകാശഭൂമിക്കധിപതിയായ അല്ലാഹുവിൻ്റെ കുദ്റത്തിനാലെ ഇബ്രാഹിമെന്ന നബിയോടൊരാജ്ഞ, ഇസ്മായിലാകും പൊന്നോനെ അറുക്കാൻ. അതു കേട്ടു ഞെട്ടിത്തെറിച്ചില്ല ഈമാൻ, അതു കേട്ട് പൊട്ടിക്കരഞ്ഞില്ല പൂമാൻ. ഇസ്മായിലോട് പറഞ്ഞു ഖലീല്, ഇറയോന്റെ കൽപ്പനക്കില്ല ബദല്. പൊട്ടിച്ചിരിച്ചു പറയുന്നു മുത്ത്, വെട്ടി തെറുപ്പിക്ക് ബാപ്പാ കഴുത്ത്. ഇരുപേരുമൊത്ത് നടക്കുന്നു മെല്ലെ, ഇറയോൻ വിധിയാലെ ബലികല്ല് കൊള്ളേ. ആകാശഭൂമിക്കധിപതിയായ അല്ലാഹുവിൻ്റെ കുദ്റത്തിനാലെ ഇബ്രാഹിമെന്ന നബിയോടൊരാജ്ഞ, ഇസ്മായിലാകും പൊന്നോനെ അറുക്കാൻ. നിറചന്ദ്രസൂര്യൻ നടുങ്ങുന്നു മേലെ, നിറനിന്ന താരസമൂഹങ്ങളാകെ. ഉടയോൻ വിധിക്കായൊരുങ്ങുന്നു പൈതൽ, ഉടവാളു വീശുകയാണിബ്രാഹിം. ആ നേരം കേട്ടു അശരീരിയൊച്ച, ആകാശം പൊട്ടി പിളർക്കുമലർച്ച. മദിനീ നിറുത്തൻ ഖലീലെ ജയിച്ചു, മരിക്കില്ല നിന്റെ മകൻ ഇസ്മായിൽ. ആകാശഭൂമിക്കധിപതിയായ അല്ലാഹുവിൻ്റെ കുദ്റത്തിനാലെ ഇബ്രാഹിമെന്ന നബിയോടൊരാജ്ഞ, ഇസ്മായിലാകും പൊന്നോനെ അറുക്കാൻ. ആകാശഭൂമിക്കധിപതിയായ അല്ലാഹുവിൻ്റെ കുദ്റത്തിനാലെ ഇബ്രാഹിമെന്ന നബിയോടൊരാജ്ഞ, ഇസ്മായിലാകും പൊന്നോനെ അറുക്കാൻ.